നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അനുഗ്രഹവർഷിണിയായ ശ്രീ ഭദ്രകാളിയെ പൂജിക്കുവാൻ ഏറ്റവും നല്ല ദിവസമാണ് കുംഭഭരണി. 2026 ഫെബ്രുവരി 23 ഇത്തവണത്തെ കുംഭഭരണി. മിക്ക ഭദ്രകാളി ക്ഷേത്രങ്ങളിലും അതിവിശേഷമായാണ് ഈ ദിവസം കൊണ്ടാടുന്നത്. അധർമ്മത്തിൻ്റെ സംഹാരമൂർത്തിയും സാധുക്കളുടെ രക്ഷകയുമാണ് ഭദ്രകാളി. കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഉപദ്രവിക്കുന്നവരോട് അമ്മ ഒരിക്കലും ക്ഷമിക്കില്ല. അതുകൊണ്ട് തന്നെ ഭദ്രകാളിയെ ഉപാസിച്ചാൽ അതിവേഗം ശത്രുദോഷവും ദൃഷ്ടിദോഷവും അകലുന്നതാണ്. ചൊവ്വ പരിഹാരത്തിനും കുംഭഭരണി ഉപാസന നല്ലതാണ്. ദേവി എന്നല്ല, അമ്മേ എന്നാണ് ഭക്തർ ഭദ്രകാളി ദേവിയെ വിളിക്കുന്നത്. ഭക്തരുമായി ഇത്രമാത്രം ആത്മബന്ധം പുലർത്തുന്ന വേറെ മൂർത്തിയില്ല. അതിനാൽ എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ കുംഭഭരണി വ്രതം മുടക്കരുത്. എല്ലാവിധ ജീവിത തടസ്സങ്ങളും അകലുന്നതിന് കുംഭഭരണി വ്രതം ഉത്തമമാണ്. അഭീഷ്ടസിദ്ധിയാണ് ഭരണി വ്രതത്തിൻ്റെ പ്രധാന ഫലം. കുംഭഭരണിയുടെ തലേ ദിവസമായ ഫെബ്രുവരി 22 ഞായറാഴ്ച വ്രതം ആരംഭിക്കേണ്ടതാണ്. ശാരീരിക ബന്ധവും ലഹരി വസ്തുക്കളും മത്സ്യമാംസാദി ഭക്ഷണവും ഒഴിവാക്കി വേണം വ്രതം എടുക്കേണ്ടത്. പുലവാലായ്മ, മാസാശുദ്ധി എന്നിവ ഉള്ളവർ വ്രതം ഒഴിവാക്കണം. രാവിലെയും വൈകിട്ടും നെയ്വിളക്ക് കൊളുത്തി കുറഞ്ഞത് 48 ഒരു ഭദ്രകാളി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ഏറ്റവും ശക്തിയുള്ളതും അത്ഭുത ശക്തിയുള്ളതുമാണ് ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളേ നമഃ എന്ന ഭദ്രകാളി മൂലമന്ത്രം. ഇത് ജപിക്കുന്നതിലൂടെ കാര്യവിജയമുണ്ടാകുന്നതാണ്. ഉഗ്രശക്തിയുള്ള ഈ മന്ത്രം നിത്യജപത്തിനും നല്ലതാണ്. ഇഷ്ടകാര്യലബ്ധിക്കും ശത്രുദോഷം മൂലം വരുന്ന ദുരിതങ്ങൾ അകറ്റാനും മൂലമന്ത്രത്തിന് അത്ഭുത ശക്തിയുണ്ട്. 12, 21, 41 തുടങ്ങി യഥാശക്തി ദിവസം തുടർച്ചയായി ഇത് ജപിക്കാവുന്നതാണ്. കുംഭഭരണി നാളിൽ അല്ലെങ്കിൽ ഏതു മാസത്തെയും ഭരണി നാളിൽ ജപം തുടങ്ങുന്നത് അതിശ്രേഷ്ഠമാണ്. ഭദ്രകാളി അഷ്ടോത്തരം, ഭദ്രകാളി 10 തുടങ്ങിയവയും ഉറപ്പായും കുംഭഭരണി ദിവസം ജപിക്കേണ്ടതാണ്. ജപിക്കാൻ അറിയാത്തവർ ഇത് കേൾക്കുന്നതും സർവമംഗളപ്രദമാണ്. കുംഭഭരണി ദിവസം തുടങ്ങി മീനഭരണി ദിവസം വരെ മൂലമന്ത്രജപം ചെയ്യുന്നത് ഏറെ ഫലപ്രദമാണ്. വ്രതം അനുഷ്ഠിക്കുവാൻ കഴിയാത്തവർ ഉപാസനയെങ്കിലും നടത്തുന്നത് നല്ലതാണ്. പവിത്രമായ ഈ ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിവിനൊത്ത വഴിപാടുകൾ നടത്തുക. കടുംപായസം, പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി എന്നിവയാണ് ഭദ്രകാളിക്ക് പ്രധാനമായ വഴിപാടുകൾ. ദേവി പ്രാധാന്യമുള്ള ഈ ദിവസം പ്രത്യേകിച്ച് ഭദ്രകാളി ദേവിയെയാണ് ആരാധിക്കേണ്ടത്. ജ്ഞാനത്തിലേക്ക് ചുവടി വയ്ക്കുന്ന ഒരു ദിവസം കൂടിയാണ് കുംഭഭരണിയായി കണക്കാക്കുന്നത്. ദേവി പ്രീതിക്ക് വളരെ അനുകൂലമായ കാര്യങ്ങളാണ് ഈ ദിവസത്തിൽ ചെയ്യേണ്ടതും. വൈകുന്നേരത്തോടെ ആരംഭിക്കുന്ന നാമജപമാണ് ഈ ദിവസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. കുംഭഭരണി നാളിലെ നാമജപത്തിലൂടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും തേടിയെത്തുന്നതാണ്. അതിനായി കുംഭഭരണി ദിവസം പാലിക്കേണ്ട ചില ചിട്ടകളും കാര്യങ്ങളുമുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായി, കുംഭഭരണി ദിവസം ദേവി പ്രീതി വരുത്തുന്നതിലൂടെ നിങ്ങളിൽ നിലനിൽക്കുന്ന ചൊവ്വാദോഷം വരെ ഇല്ലാതാകുന്നതാണ്. ഇതുകൂടാതെ ഈ ദിവസം ദേവി പ്രീതി വരുത്തുന്നതിന് മുൻപായി ഒരിക്കൽ അനുഷ്ഠിക്കുന്നതും നല്ലതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. കൂടാതെ ഏതു പ്രതിസന്ധി ഘട്ടങ്ങളെയും പ്രതിരോധിക്കുന്നതിനും ദേവി നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ഇതിനെല്ലാം ഉപരി ഭക്തനെ അമ്മയുടെ കരുതൽ എന്ന പോലെ ദേവി നിങ്ങളെ സംരക്ഷിക്കുന്നതുമാണ്. കുംഭഭരണി ദിവസം ഒരിക്കൽ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തി ദേവി പ്രീതി വരുത്തുന്നതിന് ശ്രദ്ധിക്കണം. ഇതുകൂടാതെ ദേവി ക്ഷേത്ര ദർശനം നടത്തുകയും ലളിതാ സഹസ്രനാമം, ദേവി മാഹാത്മ്യം എന്നിവ ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും ഐശ്വര്യവും നിറയുന്നതാണ്. ഇനി കുംഭഭരണി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും ദേവിയെ ഉപാസിക്കുന്നതിലൂടെയും നിങ്ങളുടെ കുടുംബത്തിന് സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ വരും തലമുറയിലേക്കും ഐശ്വര്യപൂർണമായ ജീവിതമാണ് നിറയുന്നത്. മാത്രമല്ല, ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങൾക്കുമുള്ളൊരു തുടക്കമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കുംഭഭരണി ദിവസം വ്രതം അനുഷ്ഠിച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ തടസ്സങ്ങളെയും ദേവി തുടച്ചു നീക്കുന്നതുമാണ്. ശരണം ഗമിപ്പോർക്കെല്ലാം
രോഗശമനം, ദാരിദ്ര്യ ദുഃഖശമനം, മൃത്യുഭയത്തിൽ നിന്നുള്ള മോചനം ഇവ നൽകുന്ന ആശ്രയ സാന്നിധ്യമാണ് ഭദ്രകാളി ദേവി. 8 തൃക്കൈകളാലും അനുഗ്രഹം ചൊരിയുന്ന മൂർത്തിയായി കാളി ഉപാസകർ ദേവിയെ ഭജിക്കുന്നു. ഉഗ്രരൂപിയെങ്കിലും മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന മാതൃവാത്സല്യം ഭക്തരിൽ ചൊരിയുന്ന അമ്മയാണ് ദേവി. കുംഭഭരണി ദിനത്തിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുന്നത് അതിശ്രേഷ്ഠമാണ്. കുംഭഭരണി ദിനത്തിൽ കടും പായസം വഴിപാടായി സമർപ്പിച്ച് നിങ്ങൾ ഏതൊരാഗ്രഹം ഭദ്രകാളി ദേവിയോട് പ്രാർത്ഥിച്ചാലും ദേവി അത് ഉടൻ തന്നെ സാധിച്ചു നൽകുന്നതാണ്. അഭീഷ്ട സിദ്ധിക്കായി രക്തപുഷ്പാഞ്ജലി, കുടുംബ ഐശ്വര്യത്തിനായി സഹസ്രനാമ അർച്ചന എന്നിവയും സമർപ്പിക്കാവുന്നതാണ്. ക്ഷേത്ര ദർശന വേളയിൽ ചുവന്ന പുഷ്പങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നതും ചുവന്ന മാല വഴിപാട് നടത്തുന്നതും ഉത്തമം തന്നെ. വ്രതാനുഷ്ഠാനത്തോടെ ദേവിയെ ഭജിക്കുന്നത് സർവൈശ്വര്യത്തിനും കാരണമാകും. വ്രതം അനുഷ്ഠിക്കുന്നവർ കുംഭഭരണി ദിവസം പകലുറക്കം, എണ്ണ തേച്ചുകുളി ഇവ പാടില്ല. അന്നേ ദിവസം ഭക്തിയോടെ നെയ്വിളക്ക് തെളിയിച്ച് ലളിതാ സഹസ്രനാമം, ഭദ്രകാളി 10, ഭദ്രകാളി അഷ്ടോത്തരം എന്നിവ ജപിക്കുന്നത് സവിശേഷ ഫലദായകമാണ്. ചൊവ്വയുടെ നക്ഷത്രക്കാരായ മകയിരം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രക്കാർക്കും ജാതകത്തിൽ മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം എന്നീ രാശികളിൽ ചൊവ്വ നിൽക്കുന്നവർക്കും ഈ വ്രതാനുഷ്ഠാനം ഉത്തമമാണ്. കുംഭഭരണി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും ഭക്തിയോടുകൂടി കഴിയുന്നത്ര തവണ ഭദ്രകാളി ഗായത്രി ജപിക്കുന്നത് നല്ലതാണ്. ഓം രുദ്രസുതായേ വിദ്മഹേ ശൂലഹസ്തായേ ധീമഹി തന്നോ കാളി പ്രചോദയാത്. ഇതുകൂടാതെ ഭദ്രകാളി സ്തുതിയും ചൊല്ലാവുന്നതാണ്. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ, കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. കളങ്കമില്ലാതെ പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും മനം നിറഞ്ഞു പ്രാർത്ഥിക്കുന്നവർക്ക് അതിവേഗം ഫലങ്ങൾ ദേവി നൽകുന്നതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബക്ഷേത്രങ്ങൾ ഉള്ളതും ഭദ്രകാളി ദേവിക്കാണ്. അതുകൊണ്ട് തന്നെ മിക്കവരുടെയും പരദേവതയും ഭദ്രകാളിയാണ്. ഭദ്രകാളിക്ക് പ്രിയങ്കരമായ കടും പായസം വഴിപാട് നടത്തുന്നതിലൂടെ അഭീഷ്ട സിദ്ധി വന്നു ചേരുന്നതാണ്. ഇനി ശത്രുദോഷങ്ങൾ അകറ്റാനും ദേവീ പ്രീതിക്കും രക്തപുഷ്പാഞ്ജലി പ്രധാന വഴിപാടാണ്. ഭദ്രകാളിക്ക് ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ, അത് പൂക്കളാണെങ്കിലും മാലയാണെങ്കിലും സമർപ്പിക്കുന്നത് വളരെയധികം ഐശ്വര്യകരമാണ്. ഇനി കുടുംബ ഐശ്വര്യത്തിനായി ലളിത സഹസ്രനാമം ജപിച്ച് നടത്തുന്ന സഹസ്രനാമാർച്ചന വഴിപാട് കഴിപ്പിക്കുന്നതും നല്ലതാണ്. ദേവിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഈ 4 വഴിപാടുകളിൽ ഏതെങ്കിലും ഒന്ന് കുംഭഭരണി ദിവസം നടത്തുന്നതിലൂടെ ജീവിതത്തിൽ സർവൈശ്വര്യത്തിനും അതിലുപരി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹത്തിനും കാരണമാകുന്നതാണ്. ദേവിയുടെ അനുഗ്രഹമുള്ള ഭവനത്തിൽ എപ്പോഴും ഐശ്വര്യം കളിയാടുന്നതാണ്. മാത്രമല്ല യാതൊരുവിധ ദോഷങ്ങളും ഈ ഭവനത്തിലുള്ളവരെ ബാധിക്കുകയുമില്ല. ഭദ്രകാളി എന്നാൽ ഭദ്രമായ കാലത്തെ നൽകുന്നവൾ എന്നാണ് അർത്ഥം. ഭദ്രകാളി ദേവിയോടുള്ള ഉദാത്തമായ ഭക്തി സമ്പത്തും ഐശ്വര്യവും സർവമംഗളങ്ങളും നേടിത്തരുമെന്നാണ് വിശ്വാസം. ജീവിതത്തിൽ പലവിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളാൽ വിഷമിക്കുന്നവർ ഇത്തവണ കുംഭഭരണി ദിവസം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ നടത്തി മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. കൂടാതെ ഒരല്പനേരം ക്ഷേത്രത്തിലിരുന്ന് ലളിത സഹസ്രനാമം ഭക്തിയോടുകൂടി ജപിക്കുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും ഒരു പരിഹാരം ഭദ്രകാളിയമ്മ കാട്ടിത്തരുന്നതാണ്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.